ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമുക്കിന്ന് ബ്രെഡ് സാൻഡ്വിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഞാൻ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സാൻഡ്വിച്ചിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഇപ്പോൾ ഫില്ലിങ്ങിനായിട്ട് ഒരു ബൗളിൽ 2 ഉരുളക്കിഴങ്ങിനെ വേവിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചീകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് പൊടിയായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചാറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാം. ഇപ്പോൾ 2 ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് തടവി കൊടുക്കാം. 2 സ്ലൈസിലും ലൈറ്റായിട്ടൊന്ന് തടവി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബ്രെഡ് കൊണ്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് എല്ലാ ബ്രെഡും റെഡിയാക്കി എടുക്കണം. ഒരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് നെയ്യോ വെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ തവ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 2 സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഒന്നും വീഴാത്ത രീതിയിൽ വേണം ഇതൊന്ന് തിരിച്ചിടാൻ. ഇത് 2 സൈഡും നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമ്മൾ എല്ലാ സാൻഡ്വിച്ചും റെഡിയാക്കി എടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.